ഹലോ, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക്. ഞാൻ ആതിര അർച്ചന. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് CSEB എക്സാമിൻ്റെ പ്രീവിയസ് ഇയേഴ്സിൽ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. നമുക്കറിയാം CSEB എക്സാമിന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒരു 65% പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: വാട്ട് ടൈപ്പ് ഓഫ് സൊസൈറ്റി ഈസ് ഫോംഡ് ബൈ എംപ്ലോയീസ് ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഓർഗനൈസേഷൻ ടു മീറ്റ് ദ ക്രെഡിറ്റ് നീഡ് ഓഫ് സാലറി ഇൻകം ഗ്രൂപ്പ്? അതായത് സാലറി ഇൻകം ഗ്രൂപ്പിൻ്റെ ക്രെഡിറ്റ് നീഡ്സ് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ എംപ്ലോയീസ് ഫോം ചെയ്യുന്ന സൊസൈറ്റി ഏതാണെന്നാണ് ചോദ്യം. അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റി, അർബൻ കോപ്പറേറ്റീവ് ബാങ്ക്, സാലറി ഏണേഴ്സ് ക്രെഡിറ്റ് സൊസൈറ്റി, കൺസ്യൂമർ കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ നിങ്ങൾക്കറിയാം ഇതിലെന്താണ് എംപ്ലോയീസുമായിട്ട് റിലേറ്റ് ചെയ്തത് നമുക്ക് എന്താണ് സാലറി ഏണേഴ്സ് ക്രെഡിറ്റ് സൊസൈറ്റി ആണ്. അപ്പം സാലറി ഇൻകം എന്നൊക്കെ ഇതിൽ ക്വസ്റ്റ്യനിൽ തന്നെ പറയുന്നുണ്ട്. അപ്പോൾ സാലറി ഏണേഴ്സ് ക്രെഡിറ്റ് സൊസൈറ്റി ആണ്. എംപ്ലോയി സൊസൈറ്റി നിങ്ങൾക്കറിയാം, എംപ്ലോയി സൊസൈറ്റീൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് സിംഗിൾ ടയറിൽ യൂണിറ്ററി സ്ട്രക്ചറിൽ പ്രവർത്തിക്കുന്ന ഒരു സൊസൈറ്റിയാണ് എംപ്ലോയി സൊസൈറ്റി എന്നുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: Who refinance the loans granted by Salary Earners Credit Society? Salary Earners Credit Society പ്രൊവൈഡ് ചെയ്യുന്ന ലോണുകൾ റീഫൈനാൻസ് ചെയ്യുന്നത് ആരാന്നാണ്? സ്റ്റേറ്റ് അഗ്രികൾച്ചർ ഡെവലപ്മെന്റ് കോപ്പറേറ്റീവ് ബാങ്ക്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്ക്, സെൻട്രൽ ബാങ്ക്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. എന്താണ് ഈ ഒരു സാലറി ഏണേഴ്സ് ക്രെഡിറ്റ് സൊസൈറ്റി ഗ്രാൻഡ് ചെയ്യുന്ന ലോണുകൾ റീഫൈനാൻസ് ചെയ്യുന്നത് DCBകളാണ്, ഡിസ്ട്രിക്ട് കോപ്പറേറ്റീവ് ബാങ്കുകളാണ്. DCB എന്താണെന്ന് നമുക്ക് അറിയാം. അറ്റ് പ്രസന്റ് നമുക്ക് എന്താണ് DCBകൾ ഇല്ല, പക്ഷെ DCB ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പഠിക്കാനുള്ള ഒന്ന് തന്നെയാണ്. അപ്പോൾ DCBകളെ ഡിഫൈൻ ചെയ്യുന്നത് സെക്ഷൻ 2IA സെക്ഷൻ 2IA DCB എന്ന് പറയുന്നത് എന്താണ്? ഒരു സെൻട്രൽ സൊസൈറ്റി ആണ്. അതിൻ്റെ ജൂറിസ്ഡിക്ഷൻ വരുന്നത് 1 റവന്യൂ ഡിസ്ട്രിക്റ്റ് ആണ്. പിന്നെ അതുപോലെ PSCSും അതുപോലെ തന്നെ UCBകളൊക്കെയാണ് അതിൻ്റെ മെമ്പേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ DCB എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്താണ്? PSCSും സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്കും തമ്മിൽ ഇടയ്ക്കുള്ള ഒരു ലിങ്ക് ആയിട്ടും DCBകൾ പ്രവർത്തിച്ചിരുന്നു. അപ്പം ഇവിടെ ചോദ്യം ഇതായിരുന്നു, സാലറി ഏണേഴ്സ് ക്രെഡിറ്റ് സൊസൈറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ലോണുകൾ റീഫൈനാൻസ് ചെയ്യുന്നത് ആരാന്നാണ്? അത് DCBകളാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇൻ വിച്ച് ഇയർ ഡിഡ് ദ ഗവൺമെന്റ് ഓഫ് മദ്രാസ് എസ്റ്റാബ്ലിഷ് ദ സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക്? ഗവൺമെന്റ് ഓഫ് മദ്രാസ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത് എന്നാണ്? ലാൻഡ് മോർഗേജ് ബാങ്കുകൾ കുറിച്ച് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇയർ ആണ് 1929 എന്നുള്ളത് നിങ്ങൾക്ക് ഫെമിലിയർ ആയിരിക്കും. അപ്പോൾ 1929, 24, 34, 35 29 ഗവൺമെന്റ് ഓഫ് മദ്രാസ് സെൻട്രൽ ലാൻഡ് മോർഗേജ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്തത്. വാട്ട് സിസ്റ്റം ഇംപ്ലിമെന്റ് ദ സ്കീം ഓഫ് ലിങ്കിങ് ക്രെഡിറ്റ് വിത്ത് മാർക്കറ്റിംഗ് ഇൻ കേരള? അതായത് മാർക്കറ്റിംഗ് ആൻഡ് ക്രെഡിറ്റിനെ ലിങ്ക് ചെയ്യുന്ന സ്കീം ഏതാണെന്നാണ്? ജോയിന്റ് ഫാമിംഗ് സിസ്റ്റം, കെട്ടുതെങ്ങ് ഉടമ്പടി സിസ്റ്റം, പാഡി ഉടമ്പടി സിസ്റ്റം, ക്രോപ്പ് പ്രൊട്ടക്ഷൻ സിസ്റ്റം. എന്താണ് കോർപ്പറേഷനുമായിട്ട് റിലേറ്റ് ചെയ്തവർക്ക് അറിയുന്ന ഫെമിലിയർ ആയിട്ടുള്ള ഒന്നാണ് കെട്ടുതെങ്ങ് ഉടമ്പടി സിസ്റ്റം എന്ന് പറയുന്നത്. അതാണ് ക്രെഡിറ്റിനും മാർക്കറ്റിങ്ങും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ഒരു സ്കീം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ദ ഫ്രേസ് ഹോളി ഓൺഡ് ബൈ ഇന്ത്യൻ കോപ്പറേറ്റീവ് ഈസ് അസോസിയേറ്റഡ് വിത്ത് വിച്ച് കോപ്പറേറ്റീവ്സ്? നാഫെഡ്, ഇഫ്കോ, അമൂൽ, ക്രിപ്കോ. നാഫെഡും അമൂലും ക്രിപ്കോ ഒക്കെ നിങ്ങൾക്ക് അറിയാം. ഇഫ്കോയുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് ഹോളി ഓൺഡ് ഇന്ത്യൻ കോപ്പറേറ്റീവ്സ് എന്ന് പറയുന്നത്. ഇഫ്കോയുടെ ഫുൾ എന്താണ്? ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ് ആണ്. എസ്റ്റാബ്ലിഷ് ചെയ്തത് 1967 അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയാണ്. ഇതിൽ പറഞ്ഞ പോലെ തന്നെ ഇന്ത്യൻ കോപ്പറേറ്റീവ്സ് നിയന്ത്രണത്തിലുള്ള പൂർണ്ണമായിട്ടും ഓൺ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ഇഫ്കോ എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ത്യൻ ഫാമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോപ്പറേറ്റീവ് ലിമിറ്റഡ്. നെക്സ്റ്റ് വൺ: വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ സോഷ്യൽ ഒബ്ജക്റ്റീവ് ഓഫ് കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ? കോപ്പറേറ്റീവ് ഓർഗനൈസേഷന്റെ സോഷ്യൽ ഒബ്ജക്റ്റീവ് അല്ലാത്തത് ഏതാണെന്നാണ്? എലിമിനേഷൻ ഓഫ് മിഡിൽ മാൻ, അബോളിഷൻ ഓഫ് സോഷ്യൽ ഇക്വാളിറ്റീസ്, പൊളിറ്റിക്കൽ ആൻഡ് റിലീജിയസ് ന്യൂട്രാലിറ്റി, ഡെവലപ്മെന്റ് ഓഫ് കോർപ്പറേറ്റ് ലൈഫ്. എന്താണ് ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അല്ലാത്തതാണ് അബോളിഷൻ ഓഫ് സോഷ്യൽ ഇക്വാളിറ്റീസ്. ഇവിടെ അബോളിഷൻ ഓഫ് സോഷ്യൽ ഇന്നിക്വാളിറ്റീസ് എന്നാണെങ്കിൽ എന്താണ്? കറക്റ്റ് ആണ്.
പക്ഷെ ഇവിടെ അബോളിഷൻ ഓഫ് സോഷ്യൽ ഇക്വാളിറ്റീസ് എന്നാണ്. അപ്പോൾ അത് ഒരിക്കലും എന്താണ് ഒരു കോപ്പറേറ്റീവ് ഓർഗനൈസേഷൻ്റെ ഒബ്ജക്റ്റീവ് അല്ല. അപ്പോൾ നോട്ട് എ സോഷ്യൽ ഒബ്ജക്റ്റീവ് എന്ന് ചോദിച്ചാൽ അബോളിഷൻ ഓഫ് സോഷ്യൽ ഇക്വാളിറ്റീസ് ആണ്. നെക്സ്റ്റ് വൺ, അണ്ടർ വിച്ച് ആക്ട് ഈസ് ഇഫ്കോ കറന്റ്ലി ഫങ്ഷനിങ്? ഇഫ്കോ കറന്റ്ലി ഏത് ആക്ടിന്റെ പരിധിയിൽ അല്ലെങ്കിൽ നിയന്ത്രണത്തിലാണ് എന്നാണ്. മൾട്ടി യൂണിറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1942, കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904, മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002, കമ്പനീസ് ആക്ട് 1956. ഏതാണ്? മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002വിൻ്റെ നിയന്ത്രണത്തിലാണ് അല്ലെങ്കിൽ അതനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അറ്റ് പ്രസന്റ് ഇഫ്കോ എന്ന് പറയുന്നത്. അപ്പോൾ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് പഠിക്കുമ്പോൾ 42ഉം 84ഉം 2002 ഒക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഈ 2002 ആക്ട് എന്ന് പറയുന്നത് ആക്ട് നമ്പർ 39 ആണ്. ഇത് നിലവിൽ വന്നത് ജൂലൈ 3, 2002 ജൂലൈ 3, 2002 ഈ ആക്ട് നമ്പർ 39 എന്നറിയപ്പെടുന്ന ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 സ്ഥാപിതമായത്. 126 സെക്ഷൻസും 38 റൂളുകളുമാണ് അതിലുണ്ടായിരുന്നത്. 126 സെക്ഷനും 38 റൂളുകളും 2 ഷെഡ്യൂളുകളുമാണ് ഈ മൾട്ടി സ്റ്റേറ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 2002 ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി സെക്ഷൻ ഡസ് ദ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1912 കണ്ടെയ്ൻ? 1912 ആക്ടിൽ എത്ര സെക്ഷനാണ് ഉള്ളത് എന്നുള്ളത് നമ്മൾ ലോ പഠിക്കുമ്പോൾ നമുക്ക് എന്താണ് 912 ആക്ട്, 904 ആക്ട്, 1969 ആക്ട്, പിന്നെ അമെൻമെൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ അമെൻമെൻറ്റും, ഇതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ 1912 ആക്ടും 1904 ആക്ടും കമ്പയർ ചെയ്തിട്ടും പഠിക്കാനുണ്ട്. അപ്പോൾ 1912 ആക്ടിൽ എത്ര സെക്ഷനാണ് ഉള്ളതെന്നാണ്. 50 സെക്ഷനുകളാണ് 1912 ആക്ടിലുള്ളത്. 1912 ആക്ട് അറിയപ്പെടുന്നത് എന്താ? ആക്ട് നമ്പർ 2 ഓഫ് 1912 എന്നാണ് അറിയപ്പെട്ടിട്ടുള്ളത്. 1904 ആക്ടിൽ എത്ര സെക്ഷനായിരുന്നു? 29 സെക്ഷനായിരുന്നു. 1912 ആക്ടിൽ 50 സെക്ഷനാണ് ഉള്ളത്. അപ്പോൾ പുതുതായിട്ട് ഈ ഒരു CSEB എക്സാമിന് പഠിക്കാൻ ഉദ്ദേശിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ പഠിക്കണം എന്നൊക്കെ ഉള്ള ആശങ്കകളും അവർക്ക് എന്താണ് എന്തൊക്കെ പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ കൂടുതലായിട്ടും പറഞ്ഞു തരാൻ വേണ്ടി നമ്മളൊരു ബിഗിനേഴ്സ് ബാച്ച് തന്നെ ആരംഭിക്കുന്നുണ്ട്. ഈ ബിഗിനേഴ്സ് ബാച്ചിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലിമിറ്റഡ് സീറ്റ്സേ ഉള്ളൂ. നമ്മൾ പുതുതായിട്ട് പാസ് ഔട്ട് ആയിട്ടുള്ള BCom കോർപ്പറേഷനും HDC ഒക്കെ കഴിഞ്ഞ് ഉദ്യോഗാർത്ഥികളെയാണ് ഈ ഒരു കോഴ്സിന് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ ക്ലാസ്സുകളിലിരുന്ന അറിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. എങ്ങനെയാണ് കോമ്പറ്റിറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യാന്നുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് CCയിൽ ഇങ്ങനെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് എന്താണ് സിലബസ് ബേസ്ഡ് റെക്കോർഡഡ് ക്ലാസ്സസും ലൈവ് ക്ലാസ്സസും കൊറി ഹാൻഡ്ലിംഗ് സെഷനൊക്കെ നമ്മൾ ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ എക്സാം എഴുതി ഫസ്റ്റ് എക്സാമിൽ തന്നെ ക്വാളിഫൈ ചെയ്യാന്നുള്ള നിങ്ങളെ ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഒരു ബോട്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ആദ്യത്തെ എക്സാം എഴുതി CCയോടൊപ്പം CSEB എക്സാം ക്രാക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് അടക്കാം. ഇൻ വിച്ച് ഇയർ വാസ് ദ ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ഫസ്റ്റ് രജിസ്റ്റേർഡ്? ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത ഇയർ ഏതാണെന്നാണ്. 1915 ആണ് ട്രാവൻകൂർ സെൻട്രൽ കോപ്പറേറ്റീവ് ബാങ്ക് ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്തത്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് ട്രൈബ്യൂണൽ ഈസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഡാഷ് ആക്ട്? 1969 ആക്ട്, 1904 ആക്ട്, 1932 ആക്ട്, 1951 ആക്ട്. 1969 നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട്, കേരള കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടിൻ്റെ ഒരു പ്രത്യേകത ആണ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ് ഈ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് കോപ്പറേറ്റീവ് ട്രൈബ്യൂണൽ എന്നുള്ളത്. 1969 ആക്ടിൽ സെക്ഷനും റൂളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ 1969 ആക്ട്, അതുപോലെ 04 ആക്ട്, 12 ആക്ട് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. 69 ആക്ട് അതിൻ്റെ അമെൻമെൻറ്റ്സും കൂടുതലായിട്ട് നമുക്ക് ഈ CSEB എക്സാമിന് പഠിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ സ്പെഷ്യാലിറ്റിയാണ് ഈ കോപ്പറേറ്റീവ് ട്രൈബ്യൂണൽ എസ്റ്റാബ്ലിഷ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തത് CSEBയുടെ പ്രീവിയസ് ഇയർ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. മറ്റൊരു സെഷനുമായിട്ട് കാണാം. താങ്ക്